ഹായ് എവരി വൺ, ദിസ് ഇസ് ഗോവിന്ദ്. ഇന്ന് നമ്മൾ പോകുന്നത് വെസ്റ്റ് ബംഗാളിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കായ മീശപ്പുലിമലയിലേക്കാണ്. ഞങ്ങൾ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി റോഡോ മാൻഷൻ ബുക്ക് ചെയ്തായിരുന്നു പോയിരുന്നത്. ബുക്ക് ചെയ്യുന്നതിനായി ഏകദേശം 8,000 രൂപയ്ക്ക് മുകളിൽ ഞങ്ങൾക്ക് ചിലവായി. ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത്. റോഡോ മാൻഷനിൽ എത്തിയ ഉടനെ ഞങ്ങൾ സൺസെറ്റ് കാണാനായി തിരിച്ചു. നാളെ ട്രെക്ക് ചെയ്യേണ്ട മലകളിലെ ആദ്യത്തെ മലയിൽ കയറുമ്പോഴാണ് സൺസെറ്റും സൺറൈസും കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സായാഹ്നമാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചത്. ഞങ്ങൾ കാലത്ത് ഏകദേശം 6:30 ആയപ്പോൾ തന്നെ സൺറൈസ് കാണാനായി തിരിച്ചു. താഴെ കാണുന്ന മലകളെല്ലാം ട്രെക്ക് ചെയ്യേണ്ടതാണ്. നല്ല കുളിർക്കാറ്റോട് കൂടിയ അന്തരീക്ഷം ഞങ്ങൾക്ക് ട്രെക്ക് ചെയ്യുന്നതിന് വേണ്ട പ്രചോദനമായി. ആദ്യത്തെ മല ഇറങ്ങിയതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അത് എത്ര ഉയരത്തിലായിരുന്നു എന്ന് മനസ്സിലായത്. ഇനി നടക്കാനുള്ളത് ആ കാണുന്ന പുൽമേടുകളിലൂടെയാണ്. പല ഹോളിവുഡ് സിനിമകളെയും അനുസ്മരിക്കുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പൈനീർ സ്പീഷീസുകളായ ഫേൺസ് ധാരാളം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ ഏകദേശം 8 മലകൾ കയറിയും ഇറങ്ങിയും വേണം മീശപ്പുലിമല പീക്കിലെത്താൻ. ഇനി കടക്കാനുള്ളത് ആ കാണുന്ന വലിയ മലയാണ്. ഈ മലകൾക്കിടയിലൂടെ ഒരു നീരുറവ് ഒഴുകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മഴക്കാലത്ത് ധാരാളം വെള്ളം ഇതിലൂടെ ഒഴുകുമെന്നുള്ളതും നമ്മുടെ ട്രക്കിംഗ് കൂടുതൽ സാഹസികമാകുമെന്നുള്ളതും ഉറപ്പാണ്. ഈ നീരുറവയുടെ ഇരുഭാഗത്തായി നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവർ എന്നറിയപ്പെടുന്ന റോഡോഡെൻഡ്രോൺ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മല കടന്നപ്പോഴേക്കും ചെറുതായി ക്ഷീണമലട്ടാൻ തുടങ്ങിയിരുന്നു. പക്ഷേ മുന്നിലെ ഓരോ മലകളും കീഴടക്കുമ്പോഴുള്ള അഡ്രിനാലിൻ റഷ് ആ ക്ഷീണത്തെ ഇല്ലാതാക്കി. നമുക്കായി പ്രകൃതി സൃഷ്ടിച്ച അത്ഭുതം അല്ലേ? തലപൊക്കിക്കൊണ്ടിരിക്കുന്ന സൂര്യനും പളുങ്കുപാത്രം പോലെയുള്ള ആകാശവും വാരിപ്പുണരുന്ന മാരുതനും സാക്ഷി നിൽക്കെ ഞാൻ ആ പച്ചപ്പരവതാനിയിലൂടെ നടന്നകന്നു. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര മനുഷ്യർ ഈ വഴി നടന്നു കാണും. എത്ര മനുഷ്യരുടെ സന്തോഷത്തിന് സാക്ഷ്യം വഹിച്ചു കാണും ഈ വഴി. അതിലൊരാളായി ഞാനും ഈ പാതയിലൂടെ നടന്നകലുന്നു.